സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ റോളൊക്കെ പറ. പൊള്ളിച്ചതല്ല. അതൊക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഫിഷ് ഗ്രില്ലാണ്. അപ്പൊ നമ്മളിതിനു വേണ്ടി നല്ലൊരു അടിപൊളി മീൻ എടുത്തിട്ടുണ്ട്. മീനിന്റെ പേരെന്നായിരുന്നു? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. എയ്രി എന്നാണ് മീനിന്റെ പേര്. ഞാൻ ആദ്യമായിട്ട് മീൻ കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അത് നമുക്ക് സവാള വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാന്താരി എടുത്തു, പിന്നെ മുളക് പൊടി, കടുക്, ഗരം മസാല, ജിഞ്ചർ പൗഡർ, ടർമറിക് പൗഡർ, കുറച്ച് കുരുമുളക്, പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത വറ്റൽമുളക്, പുളി, കറിവേപ്പില, ടൊമാറ്റോ. അപ്പൊ ഇത്ര സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ ഫിഷ് ഗ്രിൽ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത്. ഒരു ജാർ എടുക്കാം, എന്നിട്ട് അതിലോട്ട് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ആദ്യമേ നമ്മുടെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി, പിന്നെ കാന്താരി അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റൽമുളക്, പിന്നെ ഒരു 2 കറിവേപ്പിലയുടെ ഇല, ഇച്ചിരി കടുക്, അല്പം ഗരം മസാല, അല്പം മുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ജിഞ്ചർ പൗഡർ, പിന്നെ കുറച്ച് ടൊമാറ്റോ പ്യൂരി, പിന്നെ നമ്മൾ അവസാനമായിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പുളിവെള്ളം കുറച്ച്. ഇനി ഇത്ര സാധനങ്ങൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഗൈസ്, നമ്മുടെ മസാല എല്ലാം അടിപൊളിയായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളിത് 2 ഫിഷിന്റെ മസാല എടുത്തേക്കുന്നത് കേട്ടോ. നമുക്കിത് നേരെ നമ്മുടെ ഫിഷിലോട്ട് അപ്ലൈ ചെയ്യാം. സവാളയുടെ നീര് ഇറങ്ങുന്നുണ്ട്, കണ്ണിലൊക്കെ നീർന്നു. ഇനി നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അടുത്ത സൈഡ് കൂടെ സെറ്റാക്കി എടുക്കാം. ഫിഷിന്റെ അകത്ത് കുറച്ച് മസാല ഇട്ട് സെറ്റാക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ മീനിൽ നമ്മൾ മസാല ഒക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടെ അതിനൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫോയിൽ റാപ്പ് ചെയ്യാം. അത് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില വെച്ച് നമ്മൾ നല്ല അടിപൊളിയായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കണം, ഫോയിൽ റാപ്പ് ചെയ്തെടുക്കണം. ഒരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഹോബി വെച്ച് ഗ്രിൽ ചെയ്തെടുക്കാം. ഓക്കെ, കുറച്ചെന്തെങ്കിലും കാണാം. ബൈ ബൈ ഗൈസ്. നമ്മുടെ ഫിഷൊക്കെ നമ്മൾ മാറിനേറ്റ് ചെയ്ത് നല്ല സെറ്റാക്കി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2-2.5 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇത് നല്ല ഹോബിലിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോബ് 180 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായിട്ടുണ്ട്. നമ്മൾ ഫിഷ് എടുക്കുക, നേരെ ഹോബിനകത്തോട്ട് സെറ്റ് ചെയ്യുക. ഇനി നമുക്കിതൊരു ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഗായ്സ്, നമ്മുടെ ഫിഷ് ഗ്രില്ല് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ അടിച്ചു പരത്തിയ പൊറോട്ട റെഡിയാണ്. പിന്നെ നമ്മുടെ ഫിഷിനെ മുകളിൽ ഒഴിക്കാണ്ട് ഒരു ചെറിയ ലെമൺ. അപ്പോൾ നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം ഗ്രില്ല് വെച്ച് 1/2 മണിക്കൂറായപ്പം ഒന്ന് തിരിച്ചൊക്കിയിട്ട് സെറ്റാക്കിയതാണ്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. പിന്നെ നമുക്കൊരു അബദ്ധം പറ്റിയായിരുന്നു, നമ്മളതിനകത്ത് ഉപ്പിടാൻ മറന്നുപോയായിരുന്നു. പക്ഷെ നമ്മൾ പിന്നീട് ഉപ്പൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പിടാൻ മറന്നു പോകല്ലേ, പുറത്തൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ ഫിഷ് ഗ്രില്ലിൽ നിന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അമലാണ്. അമലേ, ബാ, കമോൺ. ഇത് കുറെ ഉണ്ടല്ലോ. ഇത് മണിച്ചിത്ര താഴോട്ട് കൂട്ടുമ്പോ നോക്കണം. ഇരുന്നോ, എല്ലാത്തിന്റെ പരീക്ഷണ വസ്തു ഞാൻ. എന്റെ ആസ്ഥാന ടെസ്റ്റർ ഇവനാണ്. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? നോക്കി, ക്ലോസപ്പ് ലാവി പറക്കുന്നെങ്കിൽ വെന്തിട്ടുണ്ടെങ്കിൽ മതിയായിരുന്നു. എന്തിട്ടുണ്ടോ നോക്കാം. അമലേ, നോക്ക്, നീ തന്നെ നോക്കിയോ. ഞാൻ തന്നെ പിടിക്കണമല്ലേ? നീ തന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്.
ഇങ്ങനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ കഴിച്ചു തുടങ്ങി നോക്കി. ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. പിടിച്ചില്ലേ? ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. എരിവ് കൂടി പോകുന്നുണ്ടോ? എരിവുണ്ട്. മുളക് പൊടിയും കാന്താരിയും എല്ലാം കൂടി ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞത് അവനോട്. കുഴപ്പമില്ല, എരിവ് ഇതിപ്പോ പൊറോട്ടയോട് കഴിക്കുമ്പോ പിന്നെ അറിയാം. സെറ്റായിരിക്കും. കുഴപ്പമില്ല. നിങ്ങൾ എരിവ് നിങ്ങൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. സാധനം എല്ലാം കൊള്ളാം കേട്ടോ. നമ്മൾ ഉപ്പ് രണ്ടാമത് നമ്മൾ ഇട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. ഉപ്പൊക്കെ സെറ്റാണ്. നമുക്കതിൽ കുറച്ച് ലൈം ഒഴിച്ചു നോക്കാം. ഞാൻ തുറക്കണ്ടേ, അത് പൊട്ടിക്കാണ്ടായിരുന്നേ. കൊള്ളാം, അടിപൊളി. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബൈ.